ഈ വാഹനം വന്നതിന്റെ തലേക്കൂടെ കയറി പോകില്ലേ? ഈ മാറിയിട്ട് കളിക്കും. ആ കുട്ടി പറഞ്ഞിട്ടില്ലേ, ഞാൻ വിവരമില്ലാത്തൊരു കുട്ടിയാണ്. ഈ വണ്ടിയിൽ വരുന്നവന്മാരെല്ലാം വിവരമുള്ളവന്മാരല്ലേ. ഞാനൊരു വിവരമില്ലാത്ത കൊച്ചുകുട്ടി നടിച്ചിരുന്നവൻ അവർ എന്റെ തലേക്കൂടെ പ്രവൃത്തി മാറിപ്പോയിക്കൂടെ? കുട്ടിയുടെ ചോദ്യം. പിള്ളേരങ്ങനെ ചോദിക്കൂല, എട്ടുമാനെ വാപ്പാക്ക് അങ്ങനത്തെ വാപ്പാടുമാനെ എനിക്ക് കിട്ടാന്ന് പറഞ്ഞ പിള്ളേർ അടിപ്പുള്ളത്. ഒരു കുട്ടി പറഞ്ഞാണ് മനസ്സിലായി, എട്ടുമാനെ വാപ്പാക്കുണ്ടായി വാപ്പാടുമാനെ എനിക്ക് കിട്ടും. കുട്ടി പറഞ്ഞ് നിങ്ങൾ മാറിപ്പോയിക്കൂടെ? അവർക്ക് കൺഫ്യൂഷൻ ഈ കുട്ടി വലിയ ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, നീ എന്റെ കൂടെ വന്നെനിക്ക് നല്ല കാര്യങ്ങൾ പഠിച്ചു നല്ല അറിവ് പഠിച്ചു തരാം. അങ്ങനെ കുട്ടിയെ പിടിച്ചോണ്ട് കൺഫ്യൂഷൻ ലോകപ്രശ്നത്തിന്റെ ഒരു മതം ഉണ്ടാക്കിയ ആളാൻ കൺഫ്യൂഷൻ മതം നടത്തിക്കൊണ്ട് പോയി. പോയ വഴിക്ക് സമർത്ഥനായ കുട്ടി നിങ്ങളൊക്കെ ഒത്തിരി കാര്യം പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്. അതെ, ഞാൻ ചില സംശയങ്ങളൊന്നും ചോദിക്കട്ടെ? കൺഫ്യൂഷൻ ചോദിച്ചോളൂ. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, മമ്മ ഈ ആകാശത്തിൽ എത്ര നക്ഷത്രം ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരാവോ? കൺഫ്യൂഷൻ ആകെ ഒരേ കൺഫ്യൂഷൻ തന്നെ. നീ വേറെ വല്ല ചോദിക്കുക, ഈ സമുദ്രത്തിൽ എത്ര തിരമാല വരുന്നെന്ന് പറയാം ഒരു ദിവസം? വേലി കിടന്ന ബാബിനെടുത്ത് തോണി വെച്ച വാരിയായില്ല, എന്താ ചെയ്യണേ? അപ്പോ പറഞ്ഞു, മോനെ നീ വേറെ ഒരു, ഈ ഭൂമിയിൽ എത്ര മണൽത്തരി ഉണ്ടെന്ന് പറയാവോ? കൺഫ്യൂഷത്തിന് ദേഷ്യമായി. കൺഫ്യൂഷൻ മോനെ നീ ചുമ്മാ ഈ ആകാശത്തും ഭൂമിയിലും കടലിലും കിടക്കുന്ന കാര്യം ചോദിക്കാതെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കാം. നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ കാണുന്ന കാര്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പൊ കുട്ടി വെച്ചാൽ ഞാൻ കൺമുമ്പിൽ കാണുന്ന കാര്യം ചോദിക്കില്ല. ശരി, നിങ്ങളുടെ കൺപോളയിൽ എത്ര മീനി കിട്ടുന്ന പറയാവോ? ആരെങ്കിലും പറയാവോ ഈ കണ്ണിന്റെ പോളയിൽ മീനി ഉണ്ട്?